പ്രിയപ്പെട്ടവരെ, സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ PYQ ഡിസ്കഷൻ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ യൂണിറ്റ് 1ൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം പരിചയപ്പെടാം. അറേഞ്ച് ദ 5 സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇൻ ആൻ ഓർഡർ ഓഫ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൻ്റെ കുറച്ച് സ്റ്റേജുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഓർഡർ ചെയ്യാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഫാൻറ്റ്, ടോഡ്ലർ, ന്യൂ ബോൺ, പ്രീ സ്കൂൾ, സ്കൂൾ ഏജ്. ഇതിലേതാണ് ആദ്യത്തെ സ്റ്റേജ്? ആദ്യത്തെ സ്റ്റേജ് അതിന് മുമ്പ് തന്നെ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് ഒന്ന് പൗസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ട്രൈ ചെയ്യുക. എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്തിട്ട് ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് ഇതിൽ ആദ്യത്തെ സ്റ്റേജ് വരുന്നത് ന്യൂ ബോൺ ആണ്. ന്യൂ ബോൺ ആണ് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ്. ഒരു കുട്ടി ജനിച്ച് ആദ്യത്തെ 1 മാസം വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ന്യൂ ബോൺ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, രണ്ടാമത്തതാണ് ഇൻഫാൻറ്റ്, 1 മാസം മുതൽ 1 വർഷം വരെയുള്ള ഒരു ഏജ്. ദെൻ ടൂഡ്ലർ, 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. പ്രീ സ്കൂള് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ. സ്കൂൾ ഏജ് വരുന്നത് 6 to 12 ആണ്. ഈ 12ന് ശേഷമുള്ള സമയത്താണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ ബോൺ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ 1 ആണ്. ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ന്യൂ ബോൺ ആണ് ആദ്യം നമുക്ക് അറിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. ദ റൈറ്റ് ആൻസർ വിൽ ബി ഏതാണ്? ഓപ്ഷൻ 1. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ആസ് എ റിസൾട്ട് ഓഫ് 150 years ഓഫ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ദ ടേം സബ്സ്യൂംസ് ചേഞ്ചസ് ഒക്കേറിങ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്: ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഐഡിയോളജി, വാല്യൂ. വാട്ട് ഡസ് ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻസ്? ഇത് 2024 ഒരു പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. 150 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഭരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കാര്യത്തില്ല? ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഐഡിയോളജി, വാല്യൂ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മാറ്റത്തെ ആർജിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ, ഈ ഒരു പ്രോസസ്സിനെ അവർ വരുന്നു, ഭരിക്കുന്നു. അതിൽ അവർ വന്ന് ഭരിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ വന്നതിൻ്റെ പേരിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഈ ഒരു മാറ്റം സംഭവിച്ച ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് സാൻസ്ക്രിതൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ ആൻഡ് പാരോക്കിയലൈസേഷൻ, ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിൽ സാൻസ്ക്രിതൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒരു ലോവർ കാസ്റ്റിലുള്ള ആളുകൾ ഹയർ കാസ്റ്റിൻ്റെ ചില റിച്വൽസും ചില രീതികളൊക്കെ ഫോളോ ചെയ്ത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യണ ഒരു പ്രോസസ്സാണ് സാൻസ്ക്രിതൈസേഷൻ. MN ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. 2 ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രേറിയൻ സൊസൈറ്റി, ഒരു കൃഷി സെൻട്രലായിട്ട് നടക്കുന്ന ഒരു സൊസൈറ്റി. കൃഷി ആയിരിക്കും അവരുടെ എക്കണോമി ലീഡ് ചെയ്യുന്ന സംഗതി. അതിൽ നിന്ന് മാറിയിട്ട് ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ, ഒരു ഹെവി പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലോട്ട്, ഒരു പ്രൊഡക്ഷനിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക കമ്പനി അവിടെ വരുന്നു. അങ്ങനെ അവരുടെ എക്കണോമി, ഈ ഒരു ഇൻഡസ്ട്രീനെ ഇൻഡസ്ട്രി സെൻറ്ററായിട്ട് അവരുടെ എക്കണോമി മാറുന്നു. ആ രീതിയിലുള്ള ഒരു ചേഞ്ചിനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. പാരോക്കിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറച്ചും കൂടി ഒരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവിലോട്ടാണ് പൊതുവെ മാറി വരാറുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു നാരോ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ടോ, ഒരു കൾച്ചറിലോട്ടോ, അല്ലെങ്കിൽ ഒരു രീതിയിലോട്ടോ മാറുന്നതിനാണ് പാരോക്കിയലൈസേഷൻ എന്ന് പറയുന്നത്. വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ ബാക്കിയുള്ള സൊസൈറ്റീസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എയ്തർ ഫോഴ്സ്ഫുള്ളി ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം മൂലം ഉണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ഇവിടെ ഫോഴ്സ്ഫുള്ളി ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ ഒരു ഇൻഫ്ലുവൻസും കാരണം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി വെസ്റ്റേണൈസേഷൻ.
മൂന്നാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ഐഡിയോളജീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയോ ലിബറലിസം, ഫെമിനിസം, പോസ്റ്റ് മോഡേണിസം, മൾട്ടി കൾച്ചറലിസം. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒപ്പോസിഷൻ ഓഫ് കൾച്ചറൽ ഇമ്പീരിയലിസം ആൻഡ് ഹോമോജനൈസേഷൻ. അതായത് ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ചെറിയ ഏതെങ്കിലും ഒറ്റൊരു സിംഗിളായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൾച്ചർ എന്നതിൻ്റെ അപ്പുറത്തോട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് കൾച്ചറിനൊക്കെ അംഗീകരിക്കുന്ന ഒരു ഐഡിയോളജിയാണത്. അത് നമുക്ക് മൾട്ടി കൾച്ചറലിസവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വ്യൂയിങ് പീപ്പിൾ ആസ് ഇൻ്റഗ്രേറ്റഡ് ഹോൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ് കോൺഷ്യസ്നസ്. ഇത് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു ഫീച്ചറാണ്. റെക്കഗ്നീഷൻ ഓഫ് മെയിൽ ഡൊമിനേഷൻ ആൻഡ് സബോർഡിനേഷൻ ഓഫ് വുമൺ. അല്ലേ, ഒരു സൊസൈറ്റിയിൽ പുരുഷന്മാർക്കൊരു മേധാവിത്വമുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരു ഐഡിയോളജി ഏതാണ്? ഫെമിനിസമാണ്. സോ ബി നമുക്ക് 3യുമായിട്ട് കണക്ട് ചെയ്യാം. മിനിമം ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ആൻഡ് മാർക്കറ്റ് ആസ് സോൾ റെഗുലേറ്റർ. ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിലും സൊസൈറ്റിയിലൊക്കെ കുറയുക, അവിടുത്തെ മാർക്കറ്റിനാണ് ആ റെഗുലേറ്ററി പവറൊക്കെ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയാണ് നിയോ ലിബറലിസം എന്നുള്ളത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4. നാലാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് തിയറീസ് വന്നിട്ടുണ്ട് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള, സൈക്കോളജിയിലെയാണ്. ഒന്നാമത് സൈക്കോ അനാലിറ്റിക്കൽ തിയറി. ഏതൊരു കുട്ടിക്കല്ല, സൈക്കോളജി പഠിക്കണമെങ്കിൽ കുറച്ച് പ്രായമാവണം, എന്നാലും ആ ഒരു പ്രായത്തിലുള്ള MSW അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ പഠിക്കണ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു യൂണിറ്റാണ് ഏത്, ഒരു തിയറിയാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി. അത് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെയുള്ള ബിഹേവിയർ തിയറി അല്ലെങ്കിൽ ബിഹേവിയറിസത്തിൽ പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 2 ആളുകളാണ് ജോൺ ബി വാട്സണും B.F. സ്കിന്നറും. അതിൽ ജോൺ ബി വാട്സനെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ജോൺ ബി വാട്സനെ നമുക്ക് ബിയുമായിട്ട് കണക്ട് ചെയ്യാം. ഹ്യൂമനിസ്റ്റിക് തിയറി എവിടെ കേട്ടാലും അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആര്? കാൾ റോജേഴ്സ്. സോ സി 2യുമായിട്ട് കണക്ട് ചെയ്യാം. ഡി കോഗ്നിറ്റീവ് തിയറി നമുക്ക് ആൽബർട്ട് ബന്ദൂരയുമായിട്ട് കണക്ട് ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തിയറിയും അതിൻ്റെ പ്രൊപ്പോണൻസിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പഠിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ഏതൊക്കെ തിയറിയാണ് വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് തിയറീസ് ഉള്ളത് കൊണ്ട് തന്നെ. സോ അതിനൊരു പ്രത്യേകിച്ച് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 5ാമത്തെ ചോദ്യം, വിച്ച് 3 ഫാക്ടേഴ്സ് ബൈ ആൻഡ് ലാർജ് ആർ കൺസിഡേർഡ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ആട്രിബ്യൂഷൻ തിയറി ഓഫ് ബിഹേവിയർ. ആട്രിബ്യൂഷൻ തിയറി ഓഫ് ബിഹേവിയർ കേട്ടിട്ടുണ്ടോ? നമ്മളൊരു ബിഹേവിയർ സംഭവിക്കുന്ന സമയത്ത് നമ്മളതോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടേതോ നമ്മളതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനൊരു കോസ് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്, നമ്മൾ ചിന്തിക്കും അയാൾ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാതെ സംഭവിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒപ്പുള്ള ആളുകൾ അയാളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി ഭയങ്കരമായിട്ട് പരീക്ഷയിൽ തോൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കും. എങ്ങനെ? ഒന്നെങ്കിൽ കുട്ടി പഠിക്കാത്തതിനെ കൊണ്ടാണെന്നോ, അല്ലെങ്കിൽ ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതിനെ കൊണ്ടാണെന്നോ. ഇത്തരത്തിൽ എല്ലാ ബിഹേവിയേഴ്സിൻ്റെയും ഒരു കാരണം കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ആ ഒരു പ്രോസസ്സിനെ അനലൈസ് ചെയ്യുന്ന തിയറിയാണ് ആട്രിബ്യൂഷൻ തിയറി ഓഫ് ബിഹേവിയർ. ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ടും ബേസിക്കലി നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ആട്രിബ്യൂഷൻ്റെ ടൈപ്പാണ്. ഓക്കെ, ടൈപ്പിൽ നമ്മൾ ഇൻറ്റേർണൽ ആട്രിബ്യൂഷനും എക്സ്റ്റേണൽ ആട്രിബ്യൂഷനും പഠിക്കാറുണ്ട്. പിന്നെ പഠിക്കാറുള്ള ഒരു കാര്യമാണ് ഡിറ്റർമിനൻസ് ഓഫ് ആട്രിബ്യൂഷൻ എന്നുള്ളത്. ആ ഡിറ്റർമിനൻസ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ തിയറി പഠിക്കുകയാണെങ്കിൽ ആ തിയറിയിൽ വരുന്ന കാര്യത്തിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. അതിൽ 3 ഡിറ്റർമിനൻസ് ആ തിയറിയിൽ പറയുന്നത്. ഒന്ന് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്, 2 കോൺസെൻസസ് ആണ്, 3 കൺസിസ്റ്റൻസി. അപ്പോൾ ACE ആയിരിക്കും ഇവിടെ ആൻസർ. ജസ്റ്റ് നിങ്ങൾ ആ തിയറി ഒന്ന് റെഫർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത്. റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3. 6ാമത്തെ ചോദ്യം, the 5 human needs as given by Abraham Maslow from bottom to top of the pyramid. അബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൊരു തിയറി ആയിരിക്കും. ഒരു ത്രികോണം വരച്ചിട്ടുള്ള ഒരു ചിത്രം, ഒരു പിരമിഡിൻ്റെ ചിത്രം ഉണ്ടാവും. അതിൽ 5 ബോക്സ് ഉണ്ടാവും. 5 ബോക്സിലും കുറച്ച് കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു പിക്ചർ എഴുതിയിട്ടുള്ള ആ ഒരു തിയറിയാണ് അബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ്. ഇതും ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന, അതായത് പിരമിഡിൻ്റെ ഏറ്റവും താഴെ വരുന്ന നീഡ് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടാവൽ സേഫ്റ്റി നീഡാണ്. അതിൻ്റെ മേലെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്. അതിൻ്റെ മേലെ സെൽഫ് എസ്റ്റീം. ഏറ്റവും ലാസ്റ്റായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ, സമാധിയിലെത്തുന്നു.
അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി. സോ ഈ ഒരു ഓർഡർ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇ ആണ് ആദ്യം വരേണ്ടത്. ഇ ആണ് ഫിസിയോളജിക്കൽ നീഡ് ആണ് ഫസ്റ്റ് ഇത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ആൻസറിലോട്ട് എത്താം. കാരണം ഈ ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം അഗൈൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് തിയറീസ് തന്നിട്ടുണ്ട്. ആ തിയറി കൊണ്ടുവന്ന ആളുകളുടെ പേരും ഇവിടെ തന്നിട്ടുണ്ട്. അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ തിയറീസിൻ്റെ ഒക്കെ ലിസ്റ്റുകൾ പഠിച്ചാൽ തന്നെ കുറേ മാർക്ക് നമുക്ക്, കുറേ അല്ലെങ്കിലും അത്യാവശ്യം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. കാരണം ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയൊക്കെ തിയറി പ്രൊപ്പോണൻസ് ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ക്വസ്റ്റനിൽ എ മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി, ബി ഐഡിയൽ ടൈപ്സ് ആൻഡ് വാല്യൂസ്, സി അലിയേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ്, അലിയനേഷൻ സോഷ്യൽ ക്ലാസ്, സീക്രസി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി കൊണ്ടുവന്നിട്ടുള്ള ആൾ എമിൽ ദർക്കിമാണ്. ദുർക്കിമാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, ഞാൻ ദർക്കിം എന്നാണ് വിളിക്കാറുള്ളത്. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ, അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആളുകളും ഞാനും, അല്ലെങ്കിൽ ഞാനൊരു ഗോത്രത്തിൽ ജീവിക്കുന്ന ആളാണ്. നമുക്ക് ഒരുപാട് സെയിം ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സോളിഡാരിറ്റിയാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി. ഞാനൊരു നഗരത്തിൽ താമസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പല ആളുകളുമായിട്ട് ഇൻ്റർ ആണ്. ഞാൻ പാൽക്കാരൻ, പത്രം കൊണ്ടുവരുന്ന ആൾ, എൻ്റെ കുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർ, ഞങ്ങളൊക്കെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ആ ഒരു ഇൻ്റർഡിപ്പെൻഡൻസിയുടെ പുറത്തുണ്ടാവുന്ന സോളിഡാരിറ്റിയാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്നുള്ളത്. ഓക്കെ, ബി ഐഡിയൽ ടൈപ്പും വാല്യൂസ്. ഐഡിയൽ ടൈപ്പ് എന്നുള്ളത് മാക്സ് വെബർ കൊണ്ടുവന്നിട്ടുള്ളൊരു കോൺസെപ്ച്വൽ ടൂളാണ്. സോഷ്യോളജിയിൽ ഭയങ്കര വലിയൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണത്. ബി എന്നുള്ളത് നമുക്ക് 3യുമായിട്ട് കണക്ട് ചെയ്യാം. എലിയനേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസ് എന്നുള്ളത് കാൾ മാർക്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ദെൻ ലാസ്റ്റ് ബാക്കിയുള്ളത് D1 സീക്രസി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് നമുക്ക് ജോർജ് സിമ്മലുമായിട്ട് കണക്ട് ചെയ്യാം. അത്തരത്തിൽ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. A2, B3, C4 ആൻഡ് D1. ഓക്കെ, which among the following is not a basic condition to provide the necessary and sufficient ground for collective behavior to occur? ഒരു കളക്റ്റീവ് ബിഹേവിയർ സംഭവിക്കാനുള്ള നെസസറി ആയിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ സ്ട്രക്ചറൽ കണ്ടസീവ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് ബിഹേവിയർ എന്താണ്, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടും അൺഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ സംഭവിക്കുന്ന ഒരു ലഹള, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന പ്രതിഷേധം, അല്ലെങ്കിൽ അങ്ങനെ ചവിട്ടിക്കായിട്ട് നടക്കുന്ന ചില ഒരു ധർണ, പ്രതിഷേധം, പിക്കറ്റിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബിഹേവിയറിനെ നമുക്ക് കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തിനാണ് പ്രത്യേകം പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭയങ്കര രോഷാകുലരായിട്ടുള്ള ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ആളുകളുടെ ബിഹേവിയർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അയാൾ ഇൻഡിവിജ്വലി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിന്താരീതിയോ ബിഹേവിയറോ ആയിരിക്കില്ല ആ സമയത്ത്. കുറച്ചും കൂടി ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക, ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ്ലി നമ്മളൊരു കളക്റ്റീവ് ബിഹേവിയർ എന്നുള്ള രീതിയിൽ പഠിക്കണത്. ഇവിടെ ഒന്നാമത് പറഞ്ഞ സ്ട്രക്ചറലി കണ്ടസീവ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കളക്റ്റീവ് ബിഹേവിയർ നടക്കാൻ ഉള്ള ഒരു സോഷ്യൽ കണ്ടീഷനെയാണ് സ്ട്രക്ചറൽ കണ്ടസീവ്നെസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രോത്ത് ആൻഡ് സ്പ്രെഡ് ഓഫ് ജനറലൈസ്ഡ് ബിലീഫ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനറലൈസ്ഡ് ബിലീഫ് ഇവിടെ ഇടയിൽ ഉണ്ടാവണം. അത് ഗ്രോ ചെയ്യും വേണം, സ്പ്രെഡ് ചെയ്യും വേണം. അന്നേരമാണ് ഒരു കളക്റ്റീവ് ബിഹേവിയർ ഒക്വയർ ചെയ്യുക. 4, ഇതൊരു മൊബൈലൈസേഷൻ ഓഫ് ആക്ഷൻ. ഇതൊരു ആക്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളും ഇത് കളക്റ്റീവ് ബിഹേവിയർ നടക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തെ അൺസ്ട്രക്ചേർഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അൺസ്ട്രക്ചേർഡ് സ്ട്രെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊരു അതിനൊരു ഔട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത എത്തിയിട്ടില്ലാത്ത ഇവരുടെ ഇടയിലുള്ള പ്രശ്നത്തിനെയാണ് അൺസ്ട്രക്ചേർഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ പൂർണ്ണത എത്താത്ത ആ ഒരു സ്ട്രെയിൻ ഒരിക്കലും കളക്റ്റീവ് ബിഹേവിയറിനുള്ള സാധ്യത ആവാൻ സാധ്യതയില്ല. സോ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ ഇതിന് ഓപ്പോസായിട്ടുള്ളത്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഓക്കെ, 9th കുബ്ലർ ആൻഡ് റോസ് എക്സ്പ്ലെയിൻഡ് 5 stages ഓഫ് ഗ്രീഫ്. അറേഞ്ച് ദ സ്റ്റേജസ് ആസ് 1st to 5th stage.
കുബ്ലർ ആൻഡ് റോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീഫിന് കുറച്ച് സ്റ്റേജുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഗ്രീഫ്? നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആരെയും മരിച്ചു പോവുക, നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, വേണ്ടപ്പെട്ട നമ്മുടെ പെറ്റ് ഇല്ലാതാവുക, ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഗ്രീഫ് എന്ന് പറയുന്നത്. വേർപാട് എന്നൊക്കെ പറയുന്ന പോലത്തെ സംഗതിയാണ്. അതിന് 5 സ്റ്റേജുകളുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ 5 സ്റ്റേജുകൾ ഏതൊക്കെ എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കുബ്ലർ ആൻഡ് റോസ് കൊടുത്തിട്ടുള്ള 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് പ്രകാരം ആദ്യത്തെ സ്റ്റേജ് ഡിനിയലാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഡിനിയൽ. രണ്ടാമത്തത് ആങ്കറാണ്. ആങ്കറാണ്. മൂന്നാമത്തത് ബാർഗെയിനിങ്, ദെൻ ഡിപ്രഷൻ, പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ സി അല്ലെങ്കിൽ എന്താ പറയുക, ഡിനിയലാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിലോട്ട് വരാം. കാരണം സി ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഇത്തരത്തിൽ ട്രിക്കി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താവുന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത്. 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം, ആട്രിബ്യൂഷൻ തിയറി ഫോക്കസ് ഓൺ ദ വേ പീപ്പിൾ ഇൻഫർ കോസസ് ഓഫ്. എന്തിൻ്റെ കാരണത്തെയാണ് ആട്രിബ്യൂഷൻ തിയറിയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യണത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിഹേവിയറിൻ്റെയാണ്. ബിഹേവിയർ ഒക്കർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ടാവുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് ആട്രിബ്യൂഷൻ തിയറിയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ബിഹേവിയറിൻ്റെ കാരണത്തെയാണ് ഈ ഒരു തിയറിയിൽ നോക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബിഹേവിയറാണ് റൈറ്റ് ആൻസർ. 11ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ കുറച്ച് കൾച്ചേഴ്സ് തന്നിട്ടുണ്ട്. സോഷ്യോളജിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. സെൻസേറ്റ് കൾച്ചർ, ഐഡിയേഷണൽ കൾച്ചർ, മെറ്റീരിയൽ കൾച്ചർ ആൻഡ് കൾച്ചറൽ ലാഗ്. ഓക്കെ, ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് നോക്കാം. തിങ്സ് വിച്ച് ക്യാൻ ബി പെർസീവ്ഡ് ഓൺലി ബൈ മൈൻഡ്. ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട്, റിലീജിയസ്, കൺസേൺഡ് വിത്ത് ഫെയ്ത്ത് ആൻഡ് അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇത് ഏതായിരിക്കും? ഐഡിയേഷണൽ കൾച്ചറാണ് ഇവിടെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഐഡിയേഷണൽ കൾച്ചറും സെൻസേറ്റ് കൾച്ചറും ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൾച്ചറാണ്. ഐഡിയേഷണൽ കൾച്ചർ ചിത്രമുള്ളൂ. അതായത് സെൻസേറ്റ് കൾച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളെ, അല്ലെങ്കിൽ സെൻസറി എക്സ്പീരിയൻസിന് ഭയങ്കരമായിട്ട് എംഫസൈസ് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കൾച്ചറാണ്. നന്നായിട്ട് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് നടക്കുന്ന ആളുകൾ, നല്ല പാട്ടുകൾ കേൾക്കുന്ന, നല്ല കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന, ജീവിതം കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ, സെൻസറി എക്സ്പീരിയൻസിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള അത്തരത്തിലുള്ള ഒരു രീതി എംഫസൈസ് ചെയ്യുന്ന കൾച്ചറാണ് സെൻസേറ്റ് കൾച്ചർ. ഐഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കുറച്ചും കൂടി ഒരു ഫിലോസഫിക്കലായിട്ട്, സ്പിരിച്വലായിട്ട്, അല്ലെങ്കിൽ എത്തിക്കലേക്ക് ഒരു ജീവിതത്തിന് എങ്ങനെ ജീവിക്കാം, കുറച്ചൊരു ബുദ്ധ കൈൻഡ് ഓഫ് സാധനമാണ് ഐഡിയേഷണൽ കൾച്ചർ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ ഐഡിയേഷണൽ കൾച്ചറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഒന്നാമത് കൊടുത്തിട്ടുള്ളത്. 2, സിവിലൈസേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ടൂൾസ്, അൺടെൻസിൽസ്, മെഷീൻസ്, അതങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. ഡ്വെല്ലിങ്സ്, സയൻസ്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സിവിലൈസേഷനെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സെൻസേറ്റ് കൾച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം. മെറ്റീരിയൽ കൾച്ചർ അല്ല, മൂന്നാമത് തിങ്സ് വിച്ച് ക്യാൻ ബി പെർസീവ്ഡ് ഡയറക്ട്ലി ബൈ ദ സെൻസസ്. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ, ഹെഡോണിസ്റ്റിക്, സെൻഷ്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. ഇത് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ കൾച്ചറിനെ, അതായത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന, സെൻസസ് കൊണ്ട് അറിയാൻ പറ്റുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കൾച്ചറിനെയാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. C 3 ആയിട്ട് കണക്ട് ചെയ്യാം. ഇംബാലൻസ്, ഫോർത്ത്, ഇംബാലൻസ് ഇൻ ദ റേറ്റ് ആൻഡ് സ്പീഡ് ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ പാർട്സ് ഓഫ് കൾച്ചർ. അതായത് കൾച്ചറൽ ലാഗാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൾച്ചറൽ ലാഗ് പറഞ്ഞതാണ്, അതായത് മെറ്റീരിയൽ കൾച്ചറും ഉണ്ടായിരിക്കും, നോൺ മെറ്റീരിയൽ കൾച്ചറും ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് മെറ്റീരിയൽ കൾച്ചേഴ്സ്? നമ്മുടെ ഡ്രസ്സ്, ഭക്ഷണം, നമ്മൾ അപ്പിയറൻസിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ കൾച്ചറാണ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒക്കെ. ഇനി നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താണ്? നമ്മുടെ ചിന്താരീതി, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മൾ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതി, ഇതൊക്കെ നോൺ മെറ്റീരിയൽ കൾച്ചറാണ്, നമ്മുടെ എക്സ്പ്രഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലോട്ട് മാറുന്ന സമയത്ത് മെറ്റീരിയൽ കൾച്ചർ പെട്ടെന്ന് അയാൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഈ ഒരു സമയ വ്യത്യാസത്തെ പറയുന്ന പേരാണ് കൾച്ചറൽ ലാഗ്. ഒക്ബൺ ആൻഡ് നിംകോഫ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കാനഡയ്ക്ക് ഇവിടെ ഒരുപാട് പേര് കുടിയേറി പോകുന്നുണ്ട്.
അവിടേക്ക് എത്തുന്ന സമയത്ത് മെറ്റീരിയൽ കൾച്ചറായിട്ടുള്ള ഡ്രസ്സ്, പിന്നെ ഫുഡ്, ആ കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യും. പക്ഷേ അവരുടെ ചിന്താ രീതി, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു പെരുമാറ്റം, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പിന്നെയും സമയം എടുക്കും. ഇതാണ് ബേസിക്കലി ആ കൾച്ചർ ലാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് 4 കണക്ട് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ D4 1 2 അല്ല A2 B1 B1 A2 D3. അപ്പോൾ C3 ആയിരിക്കും ആ ഒരു ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 12ാമത്തെ ചോദ്യം, സോഷ്യലൈസേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഔട്ട്കം ഈസ്. സോഷ്യലൈസേഷൻ എന്നതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൻ്റെ ഔട്ട്കം എന്താണ്? പേഴ്സണാലിറ്റിയാണ് ഇവിടെ റൈറ്റ് ആൻസർ. ഒരു സോഷ്യലൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന സാധനമാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ആവാൻ കാരണമാകുന്നത് എന്താണ്? നമ്മുടെ സോഷ്യലൈസേഷനാണ്. ഇപ്പോൾ ഒരാൾ നല്ല ആളാണെങ്കിലും ചീത്ത ആളാണെങ്കിലും സത്യത്തിൽ അത് അയാളുടെ മാത്രം പ്രശ്നമല്ല, അയാൾ വന്ന ഒരു സാഹചര്യത്തിൻ്റെ കൂടി പ്രശ്നമാണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 13ാമത്തെ ചോദ്യം, സോഷ്യൽ റോൾസ് ക്യാൻ ബി അനലൈസ്ഡ് മെയിൻലി അലോങ് 3 ആസ്പെക്ട്. ദീസ് ആർ. സോഷ്യൽ റോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന 3 ആസ്പെക്റ്റുകളുണ്ട്. ആ 3 ആസ്പെക്റ്റുകൾ താഴെ കൊടുത്തതിൽ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ദ ആക്ഷൻസ്, ദ ഡൂയിങ് ഓഫ് ടാസ്ക്, ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ ദാറ്റ് ഗവേൺ ദ ആക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, the evaluation or assessment of the performance of task, the ideological aspect, the transfer of task. ഇവിടെ ദ ആക്ഷൻ കറക്റ്റാണ്. ഓരോ റോളുള്ള ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ റോൾ അനലൈസ് ചെയ്യാനുള്ള എന്തുണ്ട് ഒരു ആസ്പെക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ ദാറ്റ് ഗവേൺസ് ദ ആക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പും ഇവിടെ ഒരു റൈറ്റ് ആൻസറാണ്. അതായത് ഓരോ റോളിലും അവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷനും അതിനൊരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും ഓരോ സൊസൈറ്റിയിലും. ഒരു അച്ഛൻ എന്ത് ചെയ്യണം, അമ്മ എന്ത് ചെയ്യണം, അത് അവരൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആ എക്സ്പെക്ടേഷൻ ആയിരിക്കും അവരെ ആ ഒരു ആക്ഷനെ ഗവേൺ ചെയ്യണത്. അപ്പോൾ അതും ഒരു ആസ്പെക്റ്റാണ്. ദ ഇവാലുവേഷൻ ഓർ അസസ്മെൻറ്റ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ടാസ്ക്, അത് എത്രത്തോളം അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവരുടെ റോളിനെ അനലൈസ് ചെയ്യണ ഒരു ആസ്പെക്റ്റാണ്. സോ ABC എന്നുള്ളതാണ് അവിടെ റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1 A, B and C. 4ാമത്തെ ചോദ്യം, അഗെയിൻ നമ്മുടെ മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡിൽ നിന്നാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2024 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2024 ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഒരു തിയറി ഒന്ന് ഓർത്ത് വയ്ക്കാൻ മറക്കാതിരിക്കുമല്ലോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. 1ാമത്തെ ഫിസിയോളജിക്കൽ നീഡാണ് ഏറ്റവും താഴെ, 2ാമത്തെ സേഫ്റ്റി നീഡ്, 3 സെൻസ് ഓഫ് ബിലോങ്ങിങ്, 4 സെൽഫ് എസ്റ്റീം, 5 സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, CEBAD. 15ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കൺസിഡേർഡ് ആസ് ഡിഫെൻസ് മെക്കാനിസം. ഡിഫെൻസ് മെക്കാനിസം കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന നമുക്ക് സംഭവിക്കുന്ന സ്ട്രെസ്സുകൾ അതിന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഡിനിയൽ, എൻജോയ്മെൻറ്റ്, റാഷണലൈസേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, കോമ്പൻസേഷൻ. ഇതിൽ എൻജോയ്മെൻ്റ് ആണ് ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത്. ബാക്കിയൊക്കെ ഡിഫെൻസ് മെക്കാനിസം ആണ്. ഡിനിയൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ കാര്യത്തെ നിരാകരിക്കുക. ഒരു സംഭവം സംഭവിച്ചു, ആ സംഭവം സംഭവിച്ചിട്ടില്ല എന്ന് വെറുതെ പറയുക, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഡിനിയൽ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ ന്യായീകരിക്കുക എന്ന് പറയും. ഞാൻ പരീക്ഷയിൽ തോറ്റു, അന്നേരം പെണ്ണ് ചതിച്ചതാണ്, അതുകൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയണം, അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെസ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നു, അത് നമുക്ക് അവിടെ തന്നെ തീർക്കാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി തീർക്കുക. ബോസ് നമ്മളെ ചീത്ത പറയുന്നു, നമ്മൾ കുട്ടികളിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യേനെയും കുട്ടീനെയും തല്ലുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് അതിനെ പറയാറുള്ളത്. ഓക്കെ, ഇനി കോമ്പൻസേഷൻ. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പഠിക്കാൻ തീരെ മിടുക്കാനല്ലാത്ത ഒരാളാണ്. സോ ഞാൻ എന്ത് ചെയ്യും? സ്പോർട്സിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഈ പഠിത്തത്തിലുള്ള വിഷയത്തെ സ്പോർട്സിലൂടെ ഞാൻ എന്ത് ചെയ്യുക? കോമ്പൻസേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ളതാണ് കോമ്പൻസേഷൻ. അപ്പോൾ ഇവിടെ ഈ എൻജോയ്മെൻ്റ് ഒഴിച്ച് ACDE വരുന്ന ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ക്ഷമിക്കുക. 16ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസിങ് ഓർഡർ ഏർലി ടു ലേറ്റർ സ്റ്റേജ്. 2023 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജായിട്ട് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അറിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഓറൽ സ്റ്റേജ് ആണ്. അത് 0 to 1 ഇയർ, 1 ഇയർ. ഓറൽ സ്റ്റേജ് കഴിഞ്ഞാൽ അനൽ സ്റ്റേജ് ആണ്, 1 to 3. ദെൻ ഫാലിക് 3 to 6, ലേറ്റൻസി 6 to പുബേർട്ടി, ജെനിറ്റൽ പുബേർട്ടി ടു പിന്നെ മരിക്കുന്ന സമയം വരെ എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്, പിന്നെ ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ ലെവൽസ്, പേഴ്സണാലിറ്റി ടൈപ്പാണോ എന്താ അതിൻ്റെ ഹെഡിങ് കയറില്ല, പക്ഷേ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ ആ സാധനങ്ങളും എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. തിയറീസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ചോദിച്ച ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ സൈക്കോ അനലിറ്റിക്കൽ തിയറി, ദ ഹ്യൂമൻ മൈൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് 3 levels. വാട്ട് ആർ ദീസ് 3 levels? 3 ലെവലിലാണ് ഹ്യൂമൻ മൈൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൈക്കോ അനലിറ്റിക്കൽ തിയറി പ്രകാരം. ആ 3 ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. എ സൂപ്പർ കോൺഷ്യസ് ലെവൽ, ബി ദ കോൺഷ്യസ് ലെവൽ, സി ദ പ്രീ കോൺഷ്യസ് ലെവൽ, ഡി ലോ കോൺഷ്യസ് ലെവൽ, ഇ അൺകോൺഷ്യസ് ലെവൽ. ഇവിടെ 1 കോൺഷ്യസ് ലെവലാണ് റൈറ്റ് ആൻസർ. പിന്നുള്ളത് സബ് കോൺഷ്യസ് അഥവാ പ്രീ കോൺഷ്യസ്, സി. പിന്നുള്ളത് അൺകോൺഷ്യസ്. അപ്പോൾ ബി, സി, ഇ ആണ് റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ. 12ാമത്തെ ചോദ്യം, എ ഗ്രാഫിക് വേ ഓഫ് ബിക്കമിങ് മോർ അവെയർ ഓഫ് ദ കോൺസ്റ്റലേഷൻ ഇൻ ഗ്രൂപ്പ് ഈസ് കോൾഡ്. 2023 ഡിസംബറിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. സോഷ്യോമെട്രി, സോഷ്യോഗ്രാം, സോഷ്യോഗ്രാഫ്, ഗ്രൂപ്പ് സ്നാപ്പ്. ഒരു ഗ്രൂപ്പിലെ ആളുകളുടെ എന്താ പറയുക, അവരുടെ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ഗ്രൂപ്പിലെ ആളുകളുമായിട്ട് അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സോഷ്യോമെട്രി, 2 സോഷ്യോഗ്രാം. ഇതിൽ ഒരു ഗ്രാഫിക്കൽ വേയിൽ ചെയ്യുന്ന കാര്യം സോഷ്യോഗ്രാമാണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഓരോ ആളുകളും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്ന ഒരു ടൂളാണ് സോഷ്യോഗ്രാം എന്നുള്ളത്. സോഷ്യോമെട്രി ഗ്രാഫിക്കൽ അല്ല, പക്ഷേ അതും ഏകദേശം ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഇതേപോലത്തെ ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ 2ലും ചെക്ക് ചെയ്യണത്. സോ ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇതിലാണ്, സോഷ്യോഗ്രാമിലാണ്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. 19ാമത്തെ ചോദ്യം, ദ കോൺസെപ്റ്റ് ദാറ്റ് ഹൗ ഓൺ views oneself is not a solitary phenomenon but rather includes others is called. നമ്മളെ കുറിച്ച് നോക്കുക എന്നതിൻ്റെ അപ്പുറത്തോട്ട് മറ്റുള്ള ആളുകൾ നമ്മളെ എങ്ങനെ നോക്കുന്നു എന്നുകൂടി നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേര് ലുക്കിംഗ് ഗ്ലാസ് ആണ്. ഇത് സോഷ്യലൈസേഷൻ തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 തിയറീസാണ് പ്രധാനമായിട്ട് പഠിക്കാറുള്ളത്. ഒന്ന് ലുക്കിംഗ് ഗ്ലാസ് തിയറി, പിന്നെ ഐ.എൻ.മി തിയറി, GH മീഡിൻ്റെ, പിന്നെ നമ്മളെ ഫ്രോയിഡിൻ്റെ തിയറിയാണ് പഠിക്കാറുള്ളത്. അതിൽ ലുക്കിംഗ് ഗ്ലാസ് തിയറി ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? CH കൂളിയാണ് ഈ ഒരു തിയറി പ്രൊപ്പോൺ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു, മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. ഇനി 20ാമത്തെ ചോദ്യം നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഞാൻ വിട്ടു തരികയാണ്. സംഭവം ഞാൻ കുറച്ച് ഉടായ്പായതുകൊണ്ടാണ് ഈ ആൻസർ ഞാൻ നോക്കിയ സമയത്ത് ആൻസർ കീ പ്രകാരം എനിക്ക് ആൻസർ കിട്ടിയത് 1 ആണ്. പക്ഷേ ഞാനത് സാറ്റിസ്ഫൈഡ് അല്ല. 3 ആണ് ആൻസർ കീ പ്രകാരം ആൻസറായിട്ട് വന്നിട്ടുള്ളത്. അയ്യോ പോയോ? ഓക്കെ. അപ്പോൾ പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാൻ മാത്രം എനിക്കൊരു തിയറി ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് 3 ഈഗോ സ്റ്റേറ്റ് ഉണ്ട്, പാരൻ്റ് ഈഗോ, ചൈൽഡ് ഈഗോ, അഡൾട്ട് ഈഗോ. ഇത് തമ്മിലുള്ള ചെറിയൊരു കളികളെ കുറിച്ചിട്ടാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ചോദ്യം വരുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. റാദർ ദാൻ ദ ഏരിയ ക്വസ്റ്റ്യൻ വരുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശം. ഞങ്ങൾ ഭയങ്കര സിമ്പിൾ തിയറിയൊക്കെ പഠിച്ചു പോകും, പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം എന്താ, നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ ഒരു ചോദിക്കില്ല. അന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പരിചയം ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.